ബഹളം വെക്കാതെ കാര്യം പറയാം. നമ്മളേക്ക് ഒച്ച വെച്ചാൽ നമ്മൾ ഭയങ്കര ശക്തിയാവും, ബാക്കിയുള്ളൊക്കെ പൂച്ചയെ പോലെ നിൽക്കും. അങ്ങനെയൊന്നുമില്ല, ഒക്കെ പണ്ടായിരിക്കും ചിലപ്പോ. ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ബഹളം വെക്കുമ്പോ ഈ മനുഷ്യന് സ്വയം കൺട്രോൾ ഇല്ല എന്നതിന്റെ അർത്ഥം. അധ്യാപകന്മാർ, പ്രത്യേകിച്ച് ഉസ്താദുമാർ, അധ്യാപകന്മാർ, അധ്യാപികമാർ, കുട്ടികളെ നമ്മളെ പിരികയറ്റും. ചിലപ്പോ നമുക്ക് ദേഷ്യം വന്ന് അങ്ങ് അറ്റത്തേക്ക് എത്തും. എന്നാലും റിമെയിൻ കാം, സമാധാനത്തിൽ നിൽക്കണം. കാര്യങ്ങൾ വ്യക്തമായി നല്ല ഒരു ഇൻസ്ട്രക്ഷണൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏത് ഘട്ടത്തെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിക്കുന്ന മക്കള്, വലിയത്തരം പറയല്ല, എന്നെക്കാളും വലുപ്പം ഹൈറ്റുള്ള തടിയും വലുപ്പമുള്ള കുട്ടികൾ, 18-20 വയസ്സുള്ള കുട്ടികൾ ക്ലാസ് റൂമിലുണ്ടാവും. നമ്മളൊക്കെ ഓരോ മുമ്പിൽ ചെറിയ മനുഷ്യന്മാരാകാരം. പക്ഷെ എന്തെങ്കിലും ഒരു ഡിസിപ്ലിൻ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന വാക്കുകൾ, അതിലും മോശമായ വാക്ക് പറയാൻ പാടില്ല. ഒരു കുട്ടിയോട് ഷട്ടപ്പ് എന്ന് പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര മോശം. ഷടപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണി പോകും. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിയോട് ഷടപ്പ് എന്നൊരു ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞു, ക്വയറ്റ്, ബി ക്വയറ്റ്, അങ്ങനെ പറയാവൂ. വായടക്കണം എന്നല്ല അതിനർത്ഥം. ഷടപ്പ് യുവർ മൗത്ത്, അതൊക്കെ ഭയങ്കര തെറിയാണ്. നമുക്ക് അതുപോലും മക്കളോട് പറയാൻ പറ്റൂല, അടിക്കാൻ പറ്റൂല. പെൻസിൽ കൊണ്ടോ സ്കെയില് കൊണ്ടോ ഒന്നും അടിക്കാൻ പറ്റൂ. ഒരു അടി പരിപാടിയൊന്നും ഇല്ലല്ലോ. വാക്കുകളെ കൊണ്ട്, അതും ബഹളം വെക്കാനും പറ്റൂല. ബഹളം വെച്ചാലും പണി പോകും. കാരണം അധ്യാപകൻ അധ്യാപനം ചെയ്യാൻ പറ്റൂല. ഇതിൽ ഞാനൊരു 22 കൊല്ലത്തോളായി ഗൾഫിൽ പഠിപ്പിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ടുള്ളൂ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്ന് മനസ്സിലായിട്ട്. അധ്യാപകൻ പൂർണ്ണമായി എന്നല്ല ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറ്റും, എനിക്ക് അധ്യാപനത്തിന്റെ കുറച്ച് സ്കില്ലൊക്കെ ഉണ്ട് എന്ന് അറിയുന്നത് ഒരു 17 കൊല്ലം ഈ പണി ചെയ്തതിന് ശേഷമാണ്. മാസ്റ്ററിങ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഒരു കാര്യത്തിൽ മാസ്റ്റർ ആവുക, നമ്മൾ മാസ്റ്റേഴ്സ് എടുക്കുക എന്ന് പറയില്ല. ഒരു വിഷയത്തിൽ നൈപുണ്യം കിട്ടണമെങ്കിൽ മിനിമം 1000 മണിക്കൂർ ആ പണി ചെയ്യണമെന്ന. 1000 മണിക്കൂർ, 1000 hours ഒരു പണി ചെയ്താലേ നമുക്ക് അതിൽ മാസ്റ്ററിങ് കിട്ടുള്ളൂ. അത് ആശാരിയാണെങ്കിലും തേപ്പ് ചെയ്യുന്ന ആളാണെങ്കിലും മണ്ണ് കൊത്തുന്ന ആളാണെങ്കിലും 1000 മണിക്കൂർ അത് ചെയ്യുമ്പോഴാ അങ്ങനെ അള്ളാഹു സംവിധാനിച്ചത്. അങ്ങനെയാണ് 1000 മണിക്കൂർ. അതാണെങ്കിലോ ഒരു കൊല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെ അടുത്ത കൊല്ലം ആവർത്തിക്കുന്നു, അത് തന്നെ ആവർത്തിക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞത് മുഴുവൻ ബൈഹാർട്ടായിട്ടുണ്ട്. അത് 50 കൊല്ലം കഴിഞ്ഞാലും ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് അതിനെ പറ്റി പറയാം. കാരണം ഓരോ കൊല്ലവും ചെയ്ത് തന്നെയല്ലേ ചെയ്യണത്. അങ്ങനെയുമല്ല, ബഹളം വെക്കാതെ ആക്രോശിക്കാതെ നമ്മുടെ മക്കളോട് കാര്യം പറയാൻ, നമ്മുടെ കണ്ണ് നോക്കിയിട്ട് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത്